ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ? അതെ, ബഹ്റൈനിൽ എൻ്റെ ജോലി നഷ്ടമായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് എൻ്റെ ജോലി നഷ്ടമായി? ജോലി നഷ്ടമായതിൻ്റെ മെയിൻ കാരണം ഒന്നാമത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ സ്വയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. പക്ഷേ ശരിക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചത്. ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം, ഒരുവിധം എല്ലാ മലയാളി കമ്പനികളും ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും ആ ഒരു രാജ്യത്തെ പ്രോപ്പറായിട്ടുള്ള റൂള് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഇതിപ്പോൾ ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറയാണ്. കാരണം എന്താ വെച്ചാൽ, ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു, ഞാൻ കാരണം ഈ യൂട്യൂബും വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട്, കാരണം എൻ്റെ ഒരു ഐഡിയാസ് എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ എൻ്റെ ഒരു ചിന്ത ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വിങ്ങിപ്പോട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ബഹ്റൈനിലായിരുന്നു ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഹ്റൈനിലെ റൂള് പ്രകാരം ഒരു ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈമായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ലീവ് മസ്റ്റായിട്ടും എടുക്കണം. അത് ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമമാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനി അത് മാത്രമല്ല, ഒരുപാട് കമ്പനികൾ, മലയാളി കമ്പനികൾ ഈ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു വേറൊരു ചോദ്യമുണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷേ ആ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റ്, നാട്ടിൽ നിന്ന് നമ്മൾ സൈൻ ചെയ്ത ഓഫർ ലെറ്റർ ഒരിക്കലും അവിടുത്തെ നിയമത്തിനെതിരാണെങ്കിൽ അത് വാലിഡ് അല്ല. പിന്നെ നമ്മൾ പല ആൾക്കാരും പല പ്രാരാബ്ധങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഏതൊരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് അവിടുത്തെ നിയമങ്ങൾ ഫോളോ ചെയ്താലില്ലെങ്കിലും നമ്മൾക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് ആരും പ്രതികരിക്കില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ജോലി വേണം, അവരെങ്ങനെയെങ്കിലും ഇതായിക്കോട്ടെ. കാരണം നമ്മളെ വീട്ടിലെ പട്ടിണി അവസ്ഥ, പ്രാരാബ്ധങ്ങൾ ഇതെല്ലാം തീർക്കണമെങ്കിൽ മസ്റ്റായിട്ടും ജോലി വേണം. അപ്പോൾ ആ കാരണത്താൽ ഒരുവിധം ആരും ഈ ഒരു ഇങ്ങനത്തെ കാര്യം പുറത്ത് പ്രതികരിക്കാനോ ഒന്നും ആൾക്കാർ നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് ആലോചിക്കും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എനിക്ക് പ്രതികരിക്കാനായിട്ട് തോന്നി. കാരണം അത് നമ്മൾ ഒരു എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. കാരണം എനിക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ഞാൻ പറയാണ്, ഒരുപാട് കമ്പനികൾ, പ്രത്യേകിച്ച് മലയാളി കമ്പനികൾ, അവർ ആ റൂൾസ് ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. അവിടെയുള്ള സ്റ്റാഫ് ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യില്ല. വളരെ ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് മാത്രം ചിലപ്പോൾ കംപ്ലയിൻ്റ് പോസിബിലിറ്റി ഉള്ളൂ. അതും ആരും കംപ്ലയിൻറ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുന്ന മലയാളികൾ, പ്രത്യേകം മുതലാളിമാരും ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമകളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശരിക്കും ദയനീയാവസ്ഥയെ മുതലെടുക്കല്ലേ. പാവപ്പെട്ട ആൾക്കാരാണല്ലോ ഒരുവിധം ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നത്. അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഒരു രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ അപ്പാടെ അവഗണിച്ചുകൊണ്ട്, ആ തൊഴിൽ നിയമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതും കൽപ്പിക്കാതെ നിങ്ങളതായ രീതിയിൽ നിങ്ങൾ ആ കോൺട്രാക്റ്റിനെയും എല്ലാത്തിനെയും വളച്ചൊടിച്ചിട്ട് ഇത് മുതലെടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ബഹ്റൈനിലാണെങ്കിലും സൗദിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ എനിക്ക് സൗദിയെ പൊതുവെ താല്പര്യമില്ല. പക്ഷേ ബഹ്റൈൻ രാജ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സൗദിയെ താല്പര്യമില്ല എന്ന് പൂർണ്ണമായിട്ട് പറയല്ല. കാരണം ബഹ്റൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബഹ്റൈൻ ഒന്നും കൂടി ഇഷ്ടമാണ്. സൗദിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഞാൻ ജോലി ചെയ്തതാണ്. ബഹ്റൈനിലും വളരെ നല്ല ആൾക്കാരുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, ആ സ്ഥാപനം കുഴപ്പമില്ല, നല്ല സ്ഥാപനമാണ്. പക്ഷെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു, എന്താ പറയുക, ഇങ്ങനത്തെ
റൂൾസുകൾ അവരാരും ഫോളോ ചെയ്യുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയുന്നില്ല. കാരണം ഇത് ഇങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ പണിയെടുത്താൽ മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, വളരെയധികം മോശമായ ചിന്താഗതിയാണ്. അതൊക്കെ ശരിക്ക് കുറേയൊക്കെ അവരെ ഗവൺമെൻറ്റിൻ്റെ അടുത്തും പ്രശ്നമുണ്ട്. വ്യക്തമായ രീതിയിൽ ഓഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ആൾക്കാർ പോകുന്നു? യൂറോപ്പ് പോലത്തെ അല്ലെങ്കിൽ അമേരിക്ക പോലത്തെ പല രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അവർലി എല്ലാവർക്കും ഒരേപോലത്തെ പേയ്മെൻ്റ് അല്ലേ? കറക്റ്റ് പേയ്മെൻ്റ് അല്ലേ? ആ കറക്റ്റ് റൂൾ അനുസരിച്ചല്ലേ അവിടെ ഒരുവിധം പോകുന്നത്. അതുകൊണ്ടല്ലേ അവിടെ ആൾക്കാർ പോകുന്നത്. കാരണം അവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ചുള്ളതാണ്. പക്ഷെ മലയാളികളായ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ, നിങ്ങൾ എത്ര എത്ര ആൾക്കാർ നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെ തൊഴിലാളികൾക്ക് ആ രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം നിങ്ങൾ കൊടുക്കാനായി ശ്രമിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾ അപ്പോഴും നിങ്ങളെ ലാഭത്തിൻ്റെ കണക്കാണ്. അവർ ഇത്രയും ദിവസം ജോലി ചെയ്താൽ ഇത്രയും ലാഭം കുറയും, നിങ്ങളത് അങ്ങനെ കണക്ക് കൂട്ടും. പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള ഒരു സംഭവമുണ്ട്, അവരാരും ചോദിക്കൂല. ഇതൊക്കെ നമ്മളൊരു എത്തിക്സോടു കൂടെ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന HR പോലത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് എത്തിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കൊരിക്കലും സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അപ്പാടെ പാലിക്കാത്ത രീതിയിലുള്ള കമ്പനികളിൽ ഒരിക്കലും ഒരു എത്തിക്സ് ഉള്ള ഒരാൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അവനവൻ്റെ അവസ്ഥയാണ് കാരണം, അവസ്ഥ കൊണ്ട് നിന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ അനുഭവമാണ്, എൻ്റെ ഒരു ഹൃദയം തുറക്കലാണ് ഈ വീഡിയോ. ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ വീഡിയോ ചിലപ്പോൾ വ്യക്തമായി മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ പ്രവാസികളായ ആളുകൾക്ക് എന്തായാലും ഈ വീഡിയോ മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഒരു അനുഭവക്കുറിപ്പ് നിങ്ങളോട് പറയുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ എന്തുകൊണ്ട് ആ ജോലിയിൽ നിന്ന് ഒഴിവായി എന്നത് ഞാനിതിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടും ആ ഒരു വ്യക്തമായ രീതിയിലുള്ള തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനം ആയതുകൊണ്ടും ആണ് ഞാൻ ഉപേക്ഷിച്ച് പോകുന്നത്. ഞാൻ സ്വമേധയാ ഉപേക്ഷിച്ച് പോകുന്നതാണ്. പക്ഷേ എനിക്കറിയുന്നതാണ്. എങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എത്തിക്സ് നോക്കുന്നത് കൊണ്ട്, കാരണം എൻ്റെ ഒരു ചിന്താഗതിയാണത്. ചിലപ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നി എന്ന് കരുതി ഞാൻ വലിയ അംബാനീൻ്റെ മകനോ ഒന്നുമല്ല. എനിക്കങ്ങനെ തോന്നി. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അതും കൂടിയാണ് ഞാനിവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.